ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സൈലത്തിന്റെ മറ്റൊരു അടിപൊളി ഫ്യൂച്ചർ ഡോക്ടറാണ്, നമ്മുടെ നയാഗ്ര ഹോസ്റ്റലിലുള്ള ശ്രേയക്കുട്ടി. ശ്രേയക്കുട്ടി വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് അല്ലേ? അപ്പം ശ്രേയക്കുട്ടിക്ക് ഭയങ്കര ടെൻഷൻ ആണ്, നെർവസ്നെസ് ആണെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഇനി എന്നോട് പറഞ്ഞു ഞാൻ പക്ഷേ എക്സ്പീരിയൻസ് പറയാം മിസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ടെൻഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കാതെ കോൺഫിഡന്റ് ആയിട്ട് ശ്രേയക്കുട്ടി പറയാൻ പോവാണ് അല്ലേ? മോളുടെ ജെന്യുവൻ ആയിട്ടുള്ള സൈലത്തിലെ ഈ ഒരു 1 മന്തിലെ എക്സ്പീരിയൻസ് പറയും. ഇപ്പം ഡെയിലി സ്കൂളിന്റെ അനുസരിച്ചിട്ടാണ് ഈ ക്ലാസ് ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പം ടൈം കിട്ടിയെന്നൊക്കെ വരില്ല. പക്ഷെ ഹൈബ്രിഡ് ഇവിടുത്തത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. പഠിക്കാനാണെങ്കിലും ടൈം കിട്ടുന്നുണ്ട്. ഒരു ഡേ പഠിച്ചിട്ട് പോയി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാനും പറ്റുന്നു. അപ്പൊ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ ഇഷ്ടമാണ്. ഇഷ്ടമായി. കുറച്ചുകൂടി കംഫർട്ടാണ് പഠിക്കാനൊക്കെ. നമ്മുടെ മൈൻഡ് മാപ്സും അതൊക്കെ നോക്കാറുണ്ടോ സ്റ്റഡി മെറ്റീരിയലില്? DPP നല്ല ഇതാണ്, കാരണം കുറെ വർക്ക്ഔട്ട് ചെയ്യാനും നമുക്ക് കുറെ ഉണ്ട്. പിന്നെ ഡെയിലി എക്സാംസ് അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം അപ്പൊ നമുക്ക് കുറച്ചുകൂടി പഠിക്കാനൊരു പേടിയും കൂടി വരുമ്പോൾ നമ്മൾ പഠിക്കുകയും കൂടി ചെയ്യും. പിന്നെ മാർക്ക് വരുമ്പം പിന്നെയും മുകളിലോട്ട് പോകാൻ നമുക്ക് അപ്പൊ പിന്നെ പഠിക്കാൻ അതൊക്കെ ഭയങ്കര. ഡെയിലി എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നില്ലേ? എന്നിട്ട് നിങ്ങളെ വന്നിട്ട് ക്ലാസ്സിൽ ടോപ്പ് റാങ്കേഴ്സിനെ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തൊക്കെ ചെയ്തില്ലായിരുന്നോ? നമുക്ക് കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആകും. അപ്പൊ നമുക്ക് അവിടോട്ട് അവരെ വാങ്ങണം തോന്നും അല്ലേ? ഈ എക്സാം ഒക്കെ എഴുതുമ്പം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടൈം മാനേജ്മെന്റ് ഒരു ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ ഇനി പ്രാക്ടീസ് ആകുമ്പോൾ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ട്, അവര് ഭയങ്കര കാര്യമായിട്ടൊക്കെ ചെയ്യും. പിന്നെ ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റലിലാണെങ്കിലും ഇവിടെ നല്ല കാമ, പഠിക്കാനുള്ള നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ. സൈലൻസ്, പഠിക്കാനായാലും പിള്ളേരായാലും പിന്നെ വാർഡൻ, മെന്റർ അവരെല്ലാരും ഭയങ്കര സപ്പോർട്ടീവാ. പഠിക്കാൻ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഒരു ചലഞ്ച് മോള് വന്നപ്പം മോൾക്ക് ഫേസ് ചെയ്ത എന്തെങ്കിലും ഒരു വിഷമം, അതെന്തെങ്കിലും എങ്ങനെയാണ് ഇവിടെ ഓവർകം ചെയ്തതെന്ന് പറയാമോ? അത് എനിക്ക് ബയോളജിയാണ് കുറച്ചും കൂടി പഠിക്കാൻ ടഫായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരുപാട് തിയറി ഉള്ളതുണ്ട് അല്ലേ? ഒരുപാട് തിയറി ഉണ്ട്. പക്ഷേ ഇപ്പം DPP ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരുപാട് നമുക്കിപ്പം ലാംഗ്വേജ് ചിലർക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരുപാട് NCERT വായിച്ച് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം വർക്ക്ഔട്ട് ചെയ്യാൻ കുറെ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് നല്ലതാണ്. സൈലത്തിലെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാ. നമുക്ക് എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും അവര് ഒരു മടിയില്ലാതെയും പറഞ്ഞു തരും. അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ചെന്നപ്പോ മോൾ എന്തോ എക്സ്പെക്ട് ചെയ്ത് വന്നത്, ഇവിടെ വന്നിട്ട് എന്താ തോന്നുന്നത്? എങ്ങനെയായിരിക്കും, കാരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാരും ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്തു. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ക്ലാസ് റൂം ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എല്ലാം പഠിക്കാനെല്ലാം നല്ല. ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ എല്ലാരും പൊതുവെ പറയുന്നതല്ലേ, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം ആയിരിക്കും, ഇടുങ്ങിയ റൂം ആയിരിക്കും, അല്ലെങ്കിൽ ക്യാമ്പസിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, കൺജസ്റ്റഡ് ഒന്നുമല്ല. ഒരു സഫോക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് പഠിക്കാനുള്ളൊരു ഇത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോകും. ഓക്കെ. അങ്ങനെ നമുക്ക് ബോറൊന്നും ഫീൽ ചെയ്യത്തില്ല. ഹാപ്പി ആയിട്ടാണ് മോള് പഠിക്കുന്നത്, റിലാക്സ്ഡ് ആണ് അല്ലേ? ഹോസ്റ്റലൊക്കെ ഇഷ്ടപ്പെട്ടോ? ഹോസ്റ്റലൊക്കെ ഇഷ്ടമായി. അപ്പൊ മോക്ക് വന്നപ്പോഴുള്ള മോളും ഇപ്പോഴുള്ള ഈ 1 മാസം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ശ്രേയക്കുട്ടിയും തമ്മിൽ എന്ത് ഡിഫറൻസാ തോന്നുന്നത്? കുറച്ചും കൂടി പഠിക്കാനൊരു മോട്ടിവേറ്റ്. പണ്ടത്തെ ഒരു ഇത് അനുസരിച്ചിട്ട് ആരെങ്കിലും പുറകിൽ ഫോഴ്സ് ചെയ്യണം പഠിക്കാൻ. പക്ഷെ ഇപ്പം ലൈക്ക് പഠിക്കണം, ചെയ്യണം, നേടണം എന്നൊക്കെ ഒരു ഇത് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തോന്നുന്നുണ്ട് അല്ലേ? ഏത് കോളേജിൽ പോകണമെന്ന് ആഗ്രഹം? ഇവിടെ കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രം അല്ലെങ്കിൽ കോഴിക്കോട്. അങ്ങനെ തന്നെ പറ്റട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.